ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വൈസ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവുപോലെ നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു, എങ്ങനെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 4/10/2024 25,049 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു നൽകിയത്. 35 പോയിന്റ് പ്ലസോടുകൂടി ഇന്ന് ഓപ്പൺ ആയത് 25,084 എന്ന ലെവലിലായിരുന്നു. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യമായി ലഭിക്കേണ്ടിയിരുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഒരു ഗ്യാപ്പ് അപ്പ് നൽകിയെങ്കിലും ഇത്ര വരെ ഉയർന്നതിന് ശേഷം 25,146 എന്ന ലെവലിൽ വരെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഉയർന്നുവെങ്കിലും അവിടുന്ന് ഒരു സെല്ലിംഗ് ആണ് നൽകുന്നത് കണ്ട്, അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് മനസ്സിലാക്കി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ഒരു ടാർഗറ്റ് സപ്പോർട്ടായി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലിലോട്ട് നൽകിയിരുന്നു. അവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടി. എന്നാൽ തുടർന്ന് അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകളിലോട്ട്, അതായത് പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകാതെ അവിടെ സെല്ലിംഗ് പ്രഷർ തന്നെ നൽകുമ്പോൾ വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിയുമായിരുന്നു. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കും എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഈ ഡേയ്സ് ലോ ആയ ലെവൽ 24,964 എന്ന ലെവലിന് താഴോട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും അടുത്ത ലെവലിൽ വരികയും ചെയ്തു. ഈ ലെവലുകളിൽ നിന്നും പ്രൈസ് എവിടെയും അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് സാമാന്യം നല്ല രീതിക്കുള്ള ഒരു ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇവിടെ നിന്നും പ്രൈസ് വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷനാണ്, അത് റെസിസ്റ്റൻസ് സോണിലോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് കൃത്യമായും പ്രൈസ് ആക്ഷൻ അറിയുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന തിക്ക് ബ്ലൂ ലൈൻ 25,022 എന്ന ലെവലിന് 25,010 വരെ മാത്രം എത്തിയതിനു ശേഷം വീണ്ടും സെല്ലിംഗ് പ്രഷർ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും റിവേഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞു. അത് അപ്പോൾ ഈ റിജക്ഷൻ ക്യാൻഡിൽ തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വീണ്ടും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോയിലോട്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. ആ ലെവലിൽ വന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ലഭിച്ച ഒരു അപ്പ് മൂവ് അത് പുതിയ ലോ തരാതെ വീണ്ടും റിവേഴ്സ് ആകുമ്പോൾ ഈ ഏരിയയിൽ നിന്നും ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അതിനും കൃത്യമായ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരെ ഒരു ടാർഗറ്റ് ലഭിച്ചു. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് ഇന്ന് സാധ്യമാകുമായിരുന്നത്. നിഫ്റ്റി വളരെ മൈൽഡ് ആയാണ് മൂവ് ചെയ്തത്. കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് നല്ല രീതിക്ക് ട്രേഡബിൾ ആയ ഒരു ലെവൽസ് ആണ് ലഭിച്ചത് എന്നാണ് കാണുന്നത്. ആ തരത്തിൽ ഇന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രേഡ് ചെയ്ത ആർക്കും തന്നെ നല്ല ട്രേഡുകൾ ലഭിച്ചു, നല്ല പ്രോഫിറ്റും ലഭിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇന്ന് ലഭിച്ച പ്രൈസ് മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 24,772 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 25,079 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മധ്യത്തിലായി 24,979 എന്ന മറ്റൊരു മൈനർ റെസിസ്റ്റൻസ് ലെവൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അത് അവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഹോൾഡ് ചെയ്യും. നമുക്ക് എന്തായിരുന്നാലും ഒരു ട്രേഡ് ചെയ്യുമ്പോൾ
ഏറ്റവും അത്യാവശ്യമായി വേണ്ടിയ ഒരു ലെവലാണ് സ്റ്റോപ്പ് ലോസ്. ആ ലെവലിന് താഴോട്ട് ബ്രേക്ക് ചെയ്യുക എന്ന് കണ്ടാൽ സാധാരണയായി ഞാൻ തീർച്ചയായും എത്ര ലോസ് തന്നെയായാലും അവിടെ ബുക്ക് ചെയ്യുകയാണ് ചെയ്യുക. ആ ലോസ് ബുക്ക് ചെയ്യാനും ഒരു ധൈര്യം വേണം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്റ്റോപ്പ് ലോസുകളെ ഭയന്നാൽ ഒരാൾക്കും ഒരിക്കലും ട്രേഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ കണക്കാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ ഞാൻ കോൾ ബൈ ചെയ്യും. ഒരുപക്ഷെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സിറ്റ് ആയാൽ എനിക്ക് ആ ട്രേഡിൽ നിന്നും നിശ്ചിതമായ ഒരു ലോസോടുകൂടി എക്സിറ്റ് ആവാൻ കഴിയും. എൻ്റെ വ്യൂ തെറ്റി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത കൃത്യമായ ഒരു ലെവൽ എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ, പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഞാൻ പിന്നീട് ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ അതിന് വ്യക്തമായും എനിക്ക് നെഗറ്റീവായി ലോസ് പോകുന്നു ട്രേഡ് പോകുന്നു എന്ന് തോന്നിയാൽ എക്സിറ്റ് ആവാനുള്ള കൃത്യമായ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡിൽ എൻ്റർ ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ തീർച്ചയായും കോൾ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ തീർച്ചയായും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ ചേർത്തിരിക്കുന്നവ. അവ 25,079, 180, 278, 414 എന്നിങ്ങനെ മുകളിലോട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈലിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവൽ ഇതാണ്, ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യണം എന്നാണ് എങ്കിൽ പോലും ഞാൻ ട്രേഡ് ചെയ്യുന്നത് പൂർണ്ണമായും പ്രോഫിറ്റ് ലഭിക്കുക എന്ന ഇൻറ്റൻഷനോടെയാണ്. എനിക്കത് ലോസ് ആകാതിരിക്കാൻ ഒരു പ്രോഫിറ്റിലോട്ട് വന്ന ട്രേഡ് കൃത്യമായും എൻ്റെ ടാർഗറ്റഡ് ഏരിയ ടെസ്റ്റ് ചെയ്തില്ല എന്ന് കരുതി ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യാതിരിക്കുന്ന കാര്യമില്ല. എനിക്ക് ന്യായമായ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ, ആസ് പെർ പെർസെൻറ്റേജ് വൈസ് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഞാനത് എക്സിറ്റ് ചെയ്യും. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇതിന് മുകളിൽ കയറി ക്ലോസ് ആകുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് പാലിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ പിന്നീടും കോൾ ഓപ്ഷൻ വാങ്ങുകയുള്ളൂ. അതല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു എന്നറിയാൻ കൃത്യമായി വാച്ച് ചെയ്യുക തന്നെയാണ് ചെയ്യുക. നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയി സമീപിച്ചാൽ തീർച്ചയായും നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് പ്രോഫിറ്റബിൾ ആക്കാം എന്നത് തന്നെയാണ് എൻ്റെ അനുഭവം. ആ ഒരു എക്സ്പീരിയൻസിലോട്ട് നമ്മൾ എത്തേണ്ടതുണ്ട് എന്ന് മാത്രം. തുടക്കക്കാർ തീർച്ചയായും ഇത്തരത്തിലുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി അത് പേപ്പർ ട്രേഡ് ചെയ്ത് സ്വയം പ്രൂവ് ചെയ്യുക. അവനവന് ഒരു കൺവിക്ഷൻ, കോൺഫിഡൻസ്, സ്വന്തം പണം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അവനവന് തന്നെയാണ് കൺവിക്ഷൻ ലഭിക്കേണ്ടത്. അത് നേടുന്നത് വരെ തീർച്ചയായും പേപ്പർ ട്രേഡ് ചെയ്യുക തന്നെ വേണം. പേപ്പർ ട്രേഡ് ആണല്ലോ ചെയ്യുന്നത് എന്നുള്ള ആക്ഷേപമൊക്കെ പലർക്കും തോന്നിയേക്കാം. എന്നാൽ പ്രാക്ടിക്കലി വിജയിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ എക്സ്പീരിയൻസ് നേടേണ്ടതുണ്ട്. അത് ഏത് തൊഴിലിലും അങ്ങനെ തന്നെയാണ്. ഈ മേഖലയിലും അതിന് വ്യത്യാസമൊന്നുമില്ല. ഈ മേഖലയിൽ കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസ് നേടേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ കാണുന്ന ഏക വ്യത്യാസം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ തീർച്ചയായും എൻ്റെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കാണും. ഡൗൺവേർഡ് ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യും. വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് തന്നെ പോകുന്നു എന്ന് ഉള്ള ഒരു കൺവിക്ഷൻ ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ലോ ആയ 24,696 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക തന്നെ വേണം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് പിന്നെയും വീണ്ടും നാളെയും ഡൗൺ സൈഡ് ആണ്, അഥവാ ട്രെൻഡ് നെഗറ്റീവ് തന്നെയാണെന്ന് ഞാൻ കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. അതിൽ 24,597 500 ലെവലുകൾ ഒരു റൗണ്ട് നമ്പറാണ്. 24,500 എന്നൊക്കെ പറയുമ്പോൾ ഒരു റൗണ്ട് നമ്പറാണ്. അതുകൊണ്ട് 24,597, 521 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ ഈ ലെവലിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പ്രൈസിന് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് അപ്പ് മൂവ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് ഞാൻ വളരെ വിജിലന്റ് ആയിരിക്കും. എൻ്റെ പ്രോഫിറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാനോ അതല്ല ചെറിയ രീതിയിലെങ്കിലും റിവേഴ്സൽ കാണിക്കുമ്പോൾ തന്നെ എൻ്റെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാനോ ഞാൻ ശ്രമിക്കും. ആ തരത്തിൽ ഡിക്ലൈൻ വീണ്ടും ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ 473, 444, 24,404 എന്നിങ്ങനെ താഴോട്ട് തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയവ പ്രത്യേകം ശ്രദ്ധിക്കുക. അവ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകളായി പ്രവർത്തിച്ചേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലേക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. 50,442 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 51,518 എന്ന് പറയുന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലായി ഞാൻ കണക്കാക്കുന്നത്. അതിനിടയിൽ 51,258 എന്ന മറ്റൊരു ലെവൽ കൂടി ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷന് അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രധാനമായും ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. ഇതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് വേണ്ടത്. എന്നാലും ഒറ്റയടിക്ക് ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട്, ഇത്രയും ഒരു റേഞ്ച് ഉള്ളതുകൊണ്ട് ലഭിച്ചോളണമെന്നില്ല. അപ്പോൾ ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയേക്കാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് 51,518, 727, 52,014, 52,254 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ മുകളിലേക്ക് ഗ്രാജുവലി ലഭിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. ഇത്തരത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ആയിരിക്കും ഞാൻ ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആകുന്നു എന്ന് കൺവിക്ഷൻ ലഭിക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കേണ്ട ഒരു ലെവൽ ഇന്നത്തെ ലോയായ 50,199 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നുവെങ്കിൽ തീർച്ചയായും 49,963, 791 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. 49,791 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നതാണ് പ്രതീക്ഷ. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 642, 48,893 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിക്കാം എന്ന് കരുതുന്നു. ഒരുപക്ഷെ ഞാനൊരു ട്രേഡിൽ എൻ്റർ ആകുമ്പോൾ അല്പം റേഞ്ച് കൂടുതലുണ്ട്, ഞാൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ആ റെസിസ്റ്റൻസ് ലെവൽ ഒരുപാട് ദൂരെയാണ് അല്ലെങ്കിൽ റേഞ്ച് കൂടുതലുണ്ട് എന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായും എൻ്റെ ക്വാണ്ടിറ്റി സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതല്ല വളരെ ക്ലോസ് ആയ ഒരു സ്റ്റോപ്പ് ലോസ് ലെവലാണ് കിട്ടുന്നതെങ്കിൽ ക്വാണ്ടിറ്റി നന്നായി കൂടുതൽ ഉണ്ടാകും. അതല്ല റേഞ്ച് കൂടുതലുള്ള സ്റ്റോപ്പ് ലോസ് ലെവലുകളാണെങ്കിൽ ഞാൻ തീർച്ചയായും എനിക്ക് ലോസ് ആകാവുന്ന ഒരു തുക ഇത്രയെന്ന് കണക്കാക്കിക്കൊണ്ട് തീർച്ചയായും എൻ്റെ ക്വാണ്ടിറ്റിയിൽ പൊസിഷൻ സൈസിങ് എന്നാണ് പറയുക, അത്തരത്തിൽ എൻ്റെ ലോഡ് സൈസ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു ട്രേഡിംഗ് മെത്തേഡ്. അടുത്തതായി സെൻസെക്സിൽ നമ്മളുടെ ലെവലുകൾ എന്താണ് എന്ന് പരിശോധിക്കാം. 80,973 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 81,901 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയി കണക്കാക്കുന്നത്. അതിന് ഇടയിൽ 81,692 എന്ന ലെവൽ മറ്റൊരു മൈനർ റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം 80,973, 81,900 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000 പോയിന്റുകളുടെ തന്നെ റേഞ്ച് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിക്കും നിഫ്റ്റി സെൻസെക്സിനുമൊക്കെ മൂവ് ചെയ്യാം ഒരു ഡയറക്ഷനിലേക്ക് എന്ന് കരുതി കഴിഞ്ഞാൽ അതിന് ഈ 1000-1200 പോയിന്റ് ഒന്നും
ഒരു പ്രശ്നമേ അല്ല, വളരെ കൂളായി മൂവ് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും റേഞ്ചുകൾ ഉള്ളത്. അത് പ്രൈസ് അത്രയും കൂടുതൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് 81,901 എന്ന ലെവലിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലും അത് അത്രയും റേഞ്ച് ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങനെ പോയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് 81,692 എന്ന ലെവലിന് മുകളിലോട്ട് കിടക്കുകയും അവിടെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്താൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെയും സാമാന്യം ഭേദപ്പെട്ട ഒരു 15 മിനിറ്റ് ക്യാൻഡലിന്റെ ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അപ്പോൾ ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. എന്നാൽ ഈ ലെവലിന് മുകളിലോട്ട് കടന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തീർച്ചയായും ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുക. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. നാളെയും നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് എന്ന് കൺവിക്ഷൻ ലഭിക്കാൻ ഇന്നത്തെ ലോ ആയ 80,725 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് ഞാൻ ആദ്യമായി കണക്കാക്കുന്ന ടാർഗറ്റ് ലെവൽ. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ 80,441, 80,036, 79,695, 79,404, 79,213 എന്നിങ്ങനെയൊക്കെയുള്ള ടാർഗറ്റുകൾ ലഭിക്കാവുന്നതാണ്. എന്നാൽ ഈ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ തീർച്ചയായും അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകളായി പ്രവർത്തിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇതൊക്കെ എൻ്റെ ഒരു കണക്കൂട്ടൽ മാത്രമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ ആണ്. മറ്റുള്ളവർ ഇത് പഠനാർത്ഥം ഉപയോഗിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. റിസ്ക് പൂർണ്ണമായും അവരവരുടേതാണ് എന്ന് പ്രത്യേകം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ അനുഭവത്തിൻ്റെ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കുന്ന എൻ്റെ ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗുണകരമായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും എന്നും നിങ്ങൾ ലൈക്കുകളും ഷെയറുകളും നൽകി നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്നുമാണ് പ്രതീക്ഷ. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, നല്ല ലാഭം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.